നിങ്ങൾ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്നെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ, എൻ്റെ എക്സ്പെക്ടേഷൻ അത് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രഗ്നന്റ് അതായത് മാരേജ് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് പ്രഗ്നന്റ് ആകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. കുറച്ച് ശബ്ദത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും, അതായത് നല്ല മഴയുണ്ട്. ഇപ്പം മഴക്കാലമൊക്കെ അല്ല, നമ്മുടെ കോഴിക്കോട് നല്ല മഴയൊക്കെ ഉള്ളത്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിങ്, ഞാൻ പറഞ്ഞില്ല അവളുടെ ചാനലിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഉണ്ടാവും. അതായത് എനിക്കിപ്പോൾ 6 മാസം സ്റ്റാർട്ട് ചെയ്ത്, അതായത് ആദ്യമായിട്ടൊരു പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിക്കോട്ടോ. പ്രഗ്നൻസി ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് മാരേജ്, ഹൽദി, ആ ഒരു ഫംഗ്ഷനും ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പ്രഗ്നൻസിയാണ് ഭയങ്കര ട്രെൻഡായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ, എൻ്റെ എക്സ്പെക്ടേഷൻ അത് ഞാൻ പറഞ്ഞത്. ഫോട്ടോ എടുക്കണം, ഡാൻസൊക്കെ കളിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ നല്ല ഫുഡ് എടുക്കണം, ബബിൾ പോലെയാണെന്ന് ഭയങ്കരമായിട്ട്. അതായത് ചിലയാൾക്ക് തടിയൊന്നും ഇഷ്ടമുണ്ടാവില്ലേ, പക്ഷെ എനിക്ക് നല്ല ബബിൾ പോലൊക്കെ അവളൊക്കെ എടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവൾക്ക് വരുന്നതിൻ്റെ മുന്നേ വേറൊരു ഒരു ആയിരിക്കുമല്ലോ നമ്മൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഭയങ്കര എന്താ പറയുക ട്രാജഡിയായിരുന്നു. എൻ്റെ എക്സ്പെക്ടേഷൻ റിയാലിറ്റി ഭയങ്കര ഇത്. അതായത് നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിക്കുക എന്തായാലും ഏകദേശം ഇപ്പോൾ സെക്കൻഡ് അതായത് ഫസ്റ്റ് ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഭാഗത്തേക്ക് എന്തായാലും ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാമല്ലോ ഇതൊക്കെയാണ് ഉണ്ടാവാൻ. പക്ഷെ ആദ്യമായിട്ടാണ് പ്രഗ്നൻ്റ് ആവുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. രസകരമായിട്ട് എനിക്ക് സംഭവിച്ച രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് മാർച്ച് 10-11 ആ ഡേറ്റിലാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി ഉറപ്പ് വരുത്തിയത്. ആദ്യമായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു വന്നിട്ടെ. അതായത് മാർച്ച് 10-11 തീയതികളിൽ ആണ് ഞാൻ ഉറപ്പിച്ചത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് 4 വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ്. അതായത് മാരേജ് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആകുന്നത്. പിന്നെ ഏതാ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. എനിക്ക് നല്ല യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യമേ ഉള്ളതാണ്, തുടക്കത്തിലേ ഉള്ളതാണ്. കുറേ കൊല്ലമായി അതിങ്ങനെ വിട്ട് പോവാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താ അറിയില്ല. നല്ലോണം വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ജസ്റ്റ് കാണിച്ചു കൊടുത്തു, എടുത്തിട്ടൊന്നുണ്ട്. അതിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റിലൊക്കെ അവിടെ എടുത്തിട്ടൊന്നുമില്ല, ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ആ പ്രഗ്നൻ്റ് ആയിരുന്നു. നമ്മൾ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങിച്ച് നല്ല സേഫായി അങ്ങനെ ഒരു വിചാരിച്ചത്. അങ്ങനെ കുറേ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അതായത് ഫ്രൂട്ട്സൊക്കെ ഒരുപാട് വാങ്ങിച്ച് ഇനി വീട്ടിൽ ആ സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ പോകുന്നു. 11-ാം തീയതി തന്നെ എൻ്റെ വീട്ടിൽ പോകുന്നു. എനിക്ക് തിരിഞ്ഞിട്ടുണ്ടോ അങ്ങനെ അവിടെ ഒരുപാട് ആഗ്രഹങ്ങൾ. അങ്ങനെ 2 ആഴ്ച നല്ലോണം വെള്ളം കുടിച്ച് 3-4 നേരമൊക്കെ ചോറ് തന്നെ. തടിക്കണ്ടേ ബാവക്ക് വരുന്നതല്ലേ, തടിക്കണ്ടേ ബാവക്കൊക്കെ കിട്ടണ്ടല്ലേ വിചാരിച്ചിട്ട് നല്ലോണം കഴിച്ച് അവസാനമായിട്ടും ആഗ്രഹമുണ്ട് മോരും പൊട്ടി ചോറൊക്കെ തന്നെ. അങ്ങനെ മോരും പൊട്ടി ചോറ് മോരും കൊണ്ട തന്നേരം കുറങ്ങൾ. അന്നാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ ആ ഒരു മാസത്തിലെ അവസാനമായിട്ട് സ്റ്റാർട്ടിങ് തന്നെ 2 ആഴ്ച ശരിക്കും കഴിച്ചിന്. അതായത് മാർച്ച് ഒരു 20-25 ആകുമ്പോഴേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഛർദി വരുന്നു. അതുവരെ എല്ലാവരും ഇങ്ങനെ വിളിച്ചു വെച്ചാൽ ഛർദി ഉണ്ടോ ഞാൻ ആരും അന്വേഷിക്കാറില്ല. പ്രഗ്നൻ്റായിരുന്നെങ്കിൽ ഛർദി ഉണ്ടോയെന്ന് ചോദിക്കില്ല. എന്നാൽ അവസാനിച്ച് ഈ ഛർദി എന്ന് ഇപ്പോൾ നമ്മുടെ മൂവിലൊക്കെ താമസിക്കില്ല, ഛർദിക്കുമ്പോഴേക്ക് ഗർഭിണിയാവുന്നു ആ ഒരു തരത്തിലുള്ള എക്സ്പെക്ടേഷന്. പക്ഷേ എങ്കിലും ഒന്നോ ഈ ഛർദി തുടങ്ങിയാറില്ല, സഹിക്കാൻ പറ്റില്ല. ഒന്നാമത് ചൂട് ആ മാസം മാർച്ച് ഏപ്രിൽ ആ ഒരു മാസത്തിലും ഭയങ്കര ചൂട് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ വീട്ടിലകത്ത് പുറത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ദിവസം ഞാൻ ഒരു 3-4 തവണയാണ് ഞാൻ വിചാരിച്ച് ഛർദിക്കണം. എണ്ണണം 1, 2, 3, 4 വർഷം 9 തവണ ഉണ്ട്. ആ ഛർദി തുടങ്ങിയതൊക്കെയില്ല. എനിക്ക് സ്മെല്ല് പിടിക്കാണ്ട് വെറുതെ സോപ്പിൻ്റെ സ്മെല്ല് പിടിക്കാനായി, പേസ്റ്റ് ഇങ്ങനത്തെ ഒരുപാട് നമ്മളെ ഉമിക്കരിയില്ലേ അത് വെച്ചിട്ട് സ്മെല്ല് കഴിക്കാണ്ടിരുന്നു. ഇങ്ങനത്തെ സ്മെല്ല് പിടിക്കില്ല. ഭക്ഷണം കഴിക്കുക
ഛർദ്ദിക്കുക. ഭക്ഷണം കഴിക്കുക ഛർദ്ദിക്കുക. ഇത് തന്നെ നൈറ്റ് വരെ ഛർദ്ദിക്കുക. ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് ചോറ് നമ്മൾ കഴിച്ചിട്ടില്ല. പിന്നെ സഹിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതാണ് ആ മന്ത് സംഭവിച്ചത്. സെക്കൻഡ് മന്ത് സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് സംഭവിച്ചത്. പിന്നെ സെക്കൻഡ് മന്ത് സ്കാൻ ചെയ്യാം. അത് സെക്കൻഡ് മന്ത് സ്കാൻ ചെയ്യാൻ ഭയങ്കര ഒരു തോന്നുന്നത് ഞാനിങ്ങനെ അത് നമ്മളെ യൂറിനെ ടെസ്റ്റ് ചെയ്തില്ലേ, നമ്മളെ പ്രഗ്നൻസിനെ ടെസ്റ്റ് ചെയ്തത് അവരെ തന്നെ ഒരു കവറിലാണ് ടെസ്റ്റ് ചെയ്ത്. ദൈവമേ, കവറിൻ്റെ പ്രശ്നം എന്താണ് പ്രഗ്നൻ്റ് എന്നല്ലേ. പിന്നെ അവർ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉറപ്പ് പ്രഗ്നൻസിനെ ടെസ്റ്റ് വേറെ തരത്തിലൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ നടത്തിയിട്ട് അങ്ങനെ സ്വപ്നങ്ങൾ വാവയില്ല വയറ്റിൽ ഇതൊക്കെ സ്വപ്നങ്ങൾ അങ്ങനെ സ്കാൻ ചെയ്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ അതിശയോക്തി തുടങ്ങും. ആദ്യമായിട്ടാവില്ല, അപ്പം ഭയങ്കര ഒരു അതിശയായിരുന്നു. ഇങ്ങനെ നോക്കിയപ്പോൾ വാവുണ്ട്, വാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ നല്ലോണം ഉണ്ടായിരുന്നു. അത് കാരണം ചുമക്ക് കൂടുതലായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ കാരണം രാവിലെ എഴുന്നേറ്റ ഭയങ്കര പെയിന്. നമ്മൾ പറയുന്ന പോലെ ഒന്നല്ല പെയിന്. അത് ഓരോരുത്തർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഭയങ്കര പെയിനെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അത്രക്കും തന്നെ സഹിക്കാൻ പറ്റില്ല. ഫുഡും കഴിക്കാൻ പറ്റില്ല. ഒരു എത്രയോ ദിവസം ഞാൻ വെള്ളം മാത്രം കുടിച്ചു. എൻ്റെ തേർഡ് മന്തിൽ, അതായത് സെക്കൻഡ് മന്ത് കഴിഞ്ഞ് തേർഡ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് ഒപ്പിച്ച ദിവസമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം കുടിക്കുക ഛർദ്ദിക്കാം. ഞാൻ എന്തായാലും ആരൊക്കെയോ പറഞ്ഞ് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്കും കുഴപ്പമാണ് കുഞ്ഞിനും കുഴപ്പമാണ് പറഞ്ഞപ്പോൾ വെള്ളം കുടിക്കാം ഛർദ്ദി. അങ്ങനെ രണ്ട് സൈഡ്, വീടിൻ്റെ മുൻഭാഗവും പിൻഭാഗവും എൻ്റെ ഛർദ്ദിൻ്റെ ഏരിയ ആയിരുന്നു ശരിക്കും. ആർക്കും ഇങ്ങനെ പുറത്തൊന്നും ആർക്കും കാണാൻ പറ്റില്ല. ഒരു നമ്മളിങ്ങനെയല്ലേ എല്ലാവരും വിചാരിക്കും നമുക്ക് വീടൊന്നും വൃത്തിയാക്കുന്നില്ലേ എന്നുള്ള തരത്തിലായിരിക്കും. അത്രക്കും അമ്മ എൻ്റെ കൂടെ നിന്ന് അമ്മ ഓടും, അമ്മ ഛർദ്ദിക്കണത് അമ്മ ഛർദ്ദിക്കണതാക്കി. ഇതന്നെയായിരുന്നു തേർഡ് മന്ത്. ആ 2 വീക്സ് കഴിച്ച ഫുഡ്. ഈ ഒരു ടൈം വരെ എനിക്ക് നോക്കാൻ കഴിക്കാൻ പറ്റിയിട്ടില്ല. ചോറൊക്കെ കഴിക്കണമെങ്കിൽ ആ 3 മന്തിൽ എനിക്ക് ആഗ്രഹം നമ്മളൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടുള്ളൂ. അന്നേരം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഛർദിയുടെ ഗുളിക കുടിച്ചു. അതായത് അപ്പോഴത്തേക്ക് പിന്നെ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് ഛർദിയുടെ ഗുളിക കുടിച്ചിട്ട് ആ ഗുളിക കുടിച്ചാൽ നല്ല ഭയങ്കരമായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ കുടിക്കണ്ട. പിറ്റേ ദിവസം വരെ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. വല്ലാത്തൊരു അതിപ്പോൾ പറഞ്ഞ് ആരെയും ചിന്തിക്കില്ല. എന്തെങ്കിലും ആ സിറ്റുവേഷനില്ല അങ്ങനെയൊക്കെ ചർച്ച. പക്ഷെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷെ ഇത് കഴിച്ചിട്ട് എന്തിനാ വെറുതെ എന്നുള്ള ഒരു രീതിയായിരിക്കും നമുക്ക് കുട്ടി കഴിച്ചാൽ ഉണ്ടാവുന്നത് കേട്ടോ. അവിടെ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളെ ഛർദി കുറവാണെങ്കിൽ 1, 2, 3 തവണയൊന്നും ഛർദിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ 9 തവണയൊക്കെ ഛർദിക്കണമെങ്കിൽ മാത്രം ഗുളിക കുടിച്ചാൽ മതി. അതായത് സെക്കൻഡ് മന്ത് കഴിഞ്ഞു, സ്കാനിങ് കഴിഞ്ഞു. അതായത് ആദ്യം നമ്മൾ സ്കാൻ ചെയ്യാത്തതുകൊണ്ടാണ് സെക്കൻഡ് മന്ത് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് മന്ത് സ്കാൻ ചെയ്തത് എൻ്റെ യൂറിൻ ഇൻഫെക്ഷൻ വലിയ മാറ്റം വന്നത്. 2-3 തവണ യൂറിൻ ഇൻഫെക്ഷൻ ഗുളിക കുടിച്ച് എന്തെന്ന് പറയുക. ഒരു ഭാഗത്ത് യൂറിൻ ഇൻഫെക്ഷൻ കഴിക്കണം, ഒരു ഭാഗത്ത് നമ്മൾ കാൽസ്യം അങ്ങനെ ആയാൽ അതിൻ്റെ ഗുളിക കുടിക്കണം. തേർഡ് മന്തിലാട്ടോ ഞാൻ ടി ഒക്കെ എടുക്കും. അതായത് നമ്മൾ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ടി ഒക്കെ എടുക്കും. പക്ഷെ പനിയൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഡ്രിപ്പ് ഇടയ്ക്ക് പോയിട്ട് ഡ്രിപ്പ് തീരെ കഴിക്കാൻ പറ്റിയില്ല. അതായത് ഞാൻ പുറം ലോകം കണ്ടിട്ടുണ്ട്. ആകെ കാണുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. ഇതിനാരും കൊണ്ട്, അതായത് അത്രയും 4 വർഷത്തിന് ശേഷമായതുകൊണ്ട് ആരും എല്ലാം പുറത്തിറക്കാറില്ല. വീട് ഇങ്ങനെ ചുറ്റി നടക്കും. ഒടുക്കത്തെ ചൂടും ആ മാസം നിങ്ങൾക്കറിയാലോ. ഓരോരുത്തർ എങ്ങനെയാണെന്നറിയില്ല. എൻ്റെ വീടിൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹോം ടൂർ. അന്നേരം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വീട്ടിന് ചുറ്റുമൊന്നുമില്ല. അതായത് മഴ സമയത്ത് ആ ഒരു മൂകത മാത്രം, അല്ലാതെ നിൽക്കാൻ പറ്റില്ല. ഫുള്ളും ചുറ്റും മരങ്ങളില്ല. നമ്മുടെ വീടെടുക്കുന്നതായിട്ട് മരമെല്ലാം വെച്ച് മാറ്റിയിരുന്നത് അത്രക്കും ഇങ്ങനെ എല്ലാം മഴയുടെ ഒന്നും കൊണ്ടുവച്ചിട്ട് കുറച്ചടുത്ത്. അത് കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര ചൂടാണ്. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയാലും കൂടി പിന്നെ കാലാവസ്ഥ ഇതെല്ലാം കൂടി നല്ല പണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് ഏറ്റവും പ്രാർത്ഥിച്ച് എന്താണെന്നറിയില്ല, അവസാനത്തോട് മുൻപ് ലാസ്റ്റ് സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചർച്ച
5 മാസമൊക്കെ ഛർദ്ദിക്കുന്ന കുറേ ആൾക്കാരാണ് പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 3rd മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഛർദ്ദി നിന്നു. പക്ഷെ ഛർദ്ദി നിന്ന സമയത്ത് എനിക്ക് പറ്റിയത് കഫക്കെട്ട് വന്നു. രാവിലെ പല്ല് തേച്ചാൽ മസ്റ്റ് പല്ല് തേച്ച് നമ്മൾ ആടെ തന്നെ നിൽക്കുന്നു. കാരണം അന്നേരം കഫക്കെട്ട്, അതായത് തലേന്നത്തെ ഒരു മാതിരി നമ്മളെ ടോണിക്കിൻ്റെ പുറത്ത് ആ ഒരു കളറിലാണ് ഛർദ്ദി വരുന്നത്. ഛർദ്ദിക്ക് പിന്നെ പല്ല് തേപ്പ് നൈറ്റ് നടക്കൂല. കാരണം വെച്ചാൽ നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് പല്ല് തേച്ചാൽ ഛർദ്ദിക്കും. പിന്നെ കുളിക്കുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ താഴ്ത്തി വെക്കുകയല്ലേ ഇടുക. ആ സമയത്ത് ചില സമയം മൈഗ്രെയിന്, ആ സമയത്താണ് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. 3rd മന്ത് ലാസ്റ്റ് ഫുള്ള് ഭയങ്കര അവസ്ഥ, ഭയങ്കര ഒടുക്കത്ത മൈഗ്രെയിൻ. ആ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് നല്ലോണം അനുഭവിച്ചു മൈഗ്രെയിൻ. കാരണം ഇതന്നെ ഛർദ്ദി, അതായത് രാവിലെ മസ്റ്റായിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഒരു പേരുണ്ട്. അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് 4th മന്തിലേക്ക് വന്നു. ഒരു 4th മന്താകുമ്പോഴേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ മാറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റിലേക്ക് പോയി. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ഛർദി നിന്ന്, പക്ഷെ ഛർദി എപ്പോൾ ഉണ്ടാവും കേട്ടോ. ഇപ്പോഴായാലും ഛർദി നല്ലോണം ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 4th മന്ത് ആയ സമയത്ത്, ആ സമയത്ത് 4th മന്ത് ആയ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത നൈറ്റ് പല്ല് തേക്കാന്നുള്ളത് ഇത് വന്നു. അതുവരെ നൈറ്റ് പല്ല് തേക്കില്ലായിരുന്നു. കുളി മസ്റ്റാട്ടോ. കുളിച്ചിട്ടില്ലെങ്കിൽ മൈഗ്രെയിൻ പോകും. ഞാൻ ഡെയിലി ഹെയർ വാഷ് ആദ്യം അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഹെയർ വാഷ് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡെയിലി ഹെയർ വാഷും ചെയ്യും. പിന്നെ പല്ല് തേപ്പ് അതൊക്കെ ഉള്ള കണ്ടിന്യൂസ് ആയിട്ട് പോയി. പിന്നെ ഛർദിയുടെ ഗുളികയൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. രാവിലത്തെ ആ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഛർദിക്കും, അല്ലെങ്കിൽ ചില സമയം പിന്നെ പറ്റിയൊരു ഫസ്റ്റ് ഞാനിങ്ങനെ ഒരു 4 മാസം, അതായത് 3rd മന്ത് കംപ്ലീറ്റ് ചെയ്തു, 4th മന്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ഒരു കുളിപ്പിനോട് ആഗ്രഹമാണ്. അങ്ങനെ കുളി എപ്പോഴും അതാണ് കുഴച്ചിട്ടുണ്ടാകുന്നത്. 2-3 തവണ തിന്നു. പിന്നെ 3ാമത്തെ തവണ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി ആ മന്ത് മുതൽ 4th മന്ത് എനിക്ക് പിന്നെ കുളി ഇന്നേ വരെ ഈ ഒരു 6th മന്ത് സ്റ്റാർട്ടിങ് വരെ എനിക്ക് ഉപ്പ് എല്ലാവർക്കും ഗർഭിണിയായിട്ട് മാറിയും പറ്റില്ല. അങ്ങനെ പുളിപ്പുള്ളൊരു സാധനം തിന്നാതെ എനിക്ക് ഉപ്പുള്ള ഒരു ചെറിയൊരു അംശം ഉപ്പ് കൂടിയാൽ മതി. അപ്പം എല്ലാം പോയിട്ട് ഛർദി വരും. പിന്നീട് ആ ഒരു ലെവലിൽ കഴിഞ്ഞപ്പോൾ 4th മന്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 5th മന്തായി. 5th മന്തിലൊരു സ്കാനിങ് വന്നു. 4th മന്തിൽ നമ്മൾ സ്കാനിങ് എടുക്കുന്ന ഡോക്ടറെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. 5th മന്ത് സ്കാനിങ് ചെയ്ത് ആ ബേബിക്ക് 4 ഗ്രാം വെയിറ്റ് ഉണ്ട്. അപ്പം ഞാനും ഹെൽത്തിയാണ്, അവയെ ഹെൽത്തിയാണ്. പക്ഷെങ്കിൽ എനിക്ക് തിരഞ്ഞെടുത്ത ഫുഡില്ലേ, നമ്മൾ വിചാരിക്കുന്ന ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. വിചാരിക്കുന്ന ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ കടല അങ്ങനത്തെ ധാന്യങ്ങൾ കഴിക്കും, ചോറ് കഴിക്കും, വേറെ ഒന്നും കഴിക്കാൻ പറ്റും. അതായത് പുറത്തുനിന്ന് ഇന്നേ വരെ നമുക്ക് പുറത്തുനിന്നൊരു ഫുഡ് എക്സ്ട്രാ ഇത്തിരി ബീഫ് കഴിച്ചിട്ട് പറഞ്ഞിട്ട് വേറെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും പറ്റുന്നില്ല. അതായത് ഒരു വസ്തു എക്സ്ട്രാ കഴിക്കാൻ പറ്റും. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് മാത്രമേ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എക്സ്ട്രാ ഒരു പുതിയ ഫുഡ് ആഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഫുള്ള് റെസ്റ്റാണ് ഞാൻ. ഹോസ്പിറ്റൽ പോവുക, റെസ്റ്റ് ചെയ്യുക, കുറേ ലോകം മാറാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇനിയിപ്പോൾ 6th മന്ത് സ്റ്റാർട്ട് ചെയ്തു. ഒരു പുരോഗമനം എൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എല്ലാവർക്കും പലതരത്തിലായിരിക്കും. യൂറിന് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഞാനത് ചിരിച്ച് പറയാൻ തന്നെ ഉള്ളൂ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായൊരു കാര്യമാണ്. അത്രയ്ക്കും കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകാൻ, ചിലർക്ക് എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, അതായത് കസിൻ സിസ്റ്റർ. അവർക്കൊന്നും പറ്റിയില്ല. അതായത് അവൾ 5 മാസം ഇങ്ങനെ റൂമിൽ കിടക്കുക, ഛർദ്ദിക്കുക, ഒന്നും കഴിക്കാൻ പറ്റാത്ത. അങ്ങനെ അവരിപ്പോൾ പ്രസവിക്കുകയും ചെയ്തു. ആ കുട്ടി ഇപ്പോൾ പ്രസവിക്കുകയൊക്കെ ചെയ്തു. ഒരു കുഴപ്പമില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എക്സ്പെക്റ്റേഷൻ അധികം ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടാകുന്നതല്ല. എനിക്ക് ഭയങ്കര. അപ്പോൾ ഇങ്ങനത്തെ രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിലുള്ള പ്രഗ്നൻ്റ് ആവുന്ന ഒരാളെങ്കിൽ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇനിയും ചെയ്യുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.
എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതെല്ലാം ഓരോരുത്തർ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്